അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാമജന്മഭൂമിയിൽ 101 കിലോ സ്വർണം സമർപ്പിച്ച് വജ്ര വ്യാപാരിയായ ഭക്തൻ. സൂറത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് ഫാക്ടറിയുടെ ഉടമയായ ദിലീപ് കുമാർ വി ലഹിയാണ് അയോധ്യയ്ക്ക് സ്വർണം സമർപ്പിച്ചിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ വാതിലുകൾ, ഗർഭഗൃഹം, ത്രിശൂലം, സ്തംഭങ്ങൾ എന്നിവയിൽ പൂശാനായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയാണ് ഈ 101 കിലോ സ്വർണം. ഗർഭഗൃഹം ഉൾപ്പെടെ 15 കവാടങ്ങളിലാണ് ഈ സ്വർണം പൂശിയിരിക്കുന്നത്. രാമകഥാ പാരായണം നടത്തുന്ന മൊരാരി ബാബുവിന്റെ അനുയായികൾ 16.3 കോടി രൂപ ക്ഷേത്ര ട്രസ്റ്റിന് സംഭാവന നൽകിയിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി സമ്മാനങ്ങളാണ് രാമനഗരിയിലെത്തിയത്. ഇതിൽ വജ്രങ്ങളുടെ നാടായ സൂറത്തിൽ നിന്നാണ് വജ്രങ്ങൾ പതിപ്പിച്ച രാമക്ഷേത്രത്തിന്റെ രൂപത്തിലുള്ള ചിത്രം സമർപ്പിച്ചത്. 9,999 വജ്രങ്ങൾ പതിപ്പിച്ചാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിരൂപം തയ്യാറാക്കിയത്. ഇതിനിടെ ജനുവരി 22 കലണ്ടറിലെ ഒരു സാധാരണ തീയതി മാത്രമല്ല, പുതിയ യുഗത്തിന് തുടക്കമെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നാലെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ശ്രീരാമന്റെ അസ്തിത്വത്തെ ചൊല്ലിയുള്ള നിയമയുദ്ധം ദശാബ്ദങ്ങളോളം നീണ്ടുനിന്നു. നീതി നടപ്പാക്കിയതിന് ഇന്ത്യയിലെ ജുഡീഷ്യറിയോട് നന്ദി പറയുന്നതായി മോദി കൂട്ടിച്ചേർത്തു. ജനുവരി 22 സൂര്യോദയം ഒരു അത്ഭുതകരമായ തിളക്കമാണ് കൊണ്ടുവന്നത്. ജനുവരി 22 കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഒരു സാധാരണ തീയതി മാത്രമല്ല, അതൊരു പുതിയ കാലചക്രത്തിന്റെ ഉത്ഭവമാണ്. ഇന്ന് ഞാൻ ശ്രീരാമനോട് മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ പ്രയത്നത്തിലും ത്യാഗത്തിലും തപസ്സിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത്രയും നൂറ്റാണ്ടുകളായി നമുക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇന്ന് പണി പൂർത്തിയായി. ഭഗവാൻ ശ്രീരാമൻ തീർച്ചയായും ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് മോദിയുടെ വാക്കുകൾ. രാംലല്ല ഇപ്പോൾ ടെന്റിലല്ല താമസിക്കുന്നത്, മഹാക്ഷേത്രത്തിലാണ് വിഗ്രഹം. സാഗറിൽ നിന്ന് സരയുവിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചു. സാഗർ മുതൽ സരയു വരെ രാമനോടുള്ള വികാരം എല്ലായിടത്തും കാണാൻ സാധിച്ചു. ഇന്ന് ഭക്തർ ഈ ചരിത്ര നിമിഷത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രാജ്യത്തിന്റെയും ലോകത്തിന്റെയും എല്ലാ കോണുകളിലേക്കുള്ള രാമന്റെ ഭക്തർക്ക് ഇത് ആഴത്തിൽ അനുഭവപ്പെടുന്നു. ഈ നിമിഷം ദൈവികമാണ്, ഈ നിമിഷം എല്ലാറ്റിലും പവിത്രമാണ് എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ. ആ കാലഘട്ടത്തിൽ വേർപിരിയൽ 14 വർഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ അയോധ്യയും ദേശക്കാരും 100 കണക്കിന് വർഷത്തെ വേർപാട് സഹിച്ചു. നമ്മുടെ തലമുറകളിൽ പലരും ഈ വേർപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് മോദിയുടെ വാക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 മണിയോടെ ക്ഷേത്ര നഗരിയിൽ എത്തിയിരുന്നു. 12 മണിക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്ന ഗണേശ പൂജയ്ക്ക് പിന്നാലെ പ്രതിഷ്ഠാ ചടങ്ങിനെ മുഖ്യ സേവകൻ നരേന്ദ്രമോദി രാംലല്ലയുടെ സങ്കല്പം ഏറ്റുവാങ്ങി. ശേഷമായിരുന്നു രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ. മന്ത്രോച്ചാരണങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇതിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പിന്നാലെ 1 മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കപ്പെട്ട അതിഥികളെ അഭിസംബോധന ചെയ്തു. പിന്നീട് കുബേർ തില ക്ഷേത്രത്തിന് കൂടി കഴിഞ്ഞാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ നിന്ന് മടങ്ങുന്നത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ഇന്ന് രാമക്ഷേത്രത്തിലെത്താൻ അനുമതിയുള്ളൂ. പ്രമുഖരുൾപ്പെടെ പലർക്കും ഇന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ചടങ്ങുകളുടെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ തത്സമയം കാണാൻ രാജ്യത്തിന് കോടാനുകോടി ഭക്തർക്ക് സാധിച്ചു. രാജ്യത്തകത്തും പുറത്തും ഇതിനായി വൻ സജ്ജീകരണങ്ങളാണ് ചടങ്ങുകൾ കാണാനായി ഒരുക്കിയിരുന്നത്. നിലവിൽ ചാനലുകളും യൂട്യൂബുകളും എല്ലാം തന്നെ തത്സമയ സംപ്രേഷണമാണ് നടത്തിയിരുന്നത്. സരയൂ ഘട്ടിന് സമീപമുള്ള രാം കി പെടി, കുബേർ തിലയിലെ ജടായു പ്രതിമ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇന്ന് അയോധ്യയിൽ ഒത്തുകൂടിയത്. രാംപഥത്തിലെയും ഭക്തിപാതയിലെയും എല്ലാ കടകളിലും ശ്രീരാമന്റെയും ഹനുമാൻ സ്വസ്തിക, ഒരു ശംഖ്, ത്രിശൂലം അല്ലെങ്കിൽ ഒരു കുങ്കുമ പതാക എന്നിവയുടെ ഓരോ പെയിന്റിംഗും ഉണ്ട്. അയോധ്യയിലെ നഗരവീതിയിലെങ്ങും ശ്രീരാമന്റെ ചിത്രങ്ങളാണ് നിറഞ്ഞു നിന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.